ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നന്ദേട്ടന്റെ അസുഖം ഭേദാവുന്നതുവരെ ഈ മുറിയും വീടും വിട്ട് ഞാൻ മറ്റൊരിടത്തേക്കും പോകുന്നില്ല. എന്റെ ജീവിതം ഇനി നന്ദേട്ടന്റെ ചുറ്റുവാ. എന്റെ കൈ പിടിച്ച് ഞാൻ നന്ദേട്ടനെ നടത്തും. എന്റെ നന്ദേട്ടൻ ഈ കിടപ്പിൽ നിന്ന് ഒന്ന് എഴുന്നേക്കാൻ കാത്തിരിക്കുക ഞാൻ. ഓരോ നിമിഷവും എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ നന്ദേട്ടനെ എത്രയും വേഗം നടത്തി തരണേന്ന്. മോളുടെ ഈ സ്നേഹവും ത്യാഗവും ദൈവം കാണുന്നുണ്ട്. ഇതിനുള്ള പ്രതിഫലം ദൈവം മോൾക്ക് തരും. അത്രയും നന്മയുള്ള മനസ്സാ മോളുടേത്. എനിക്കൊന്നും വേണ്ട. എന്റെ നന്ദേട്ടൻ ഈ കിടക്കേന്നൊന്ന് എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടാ മതി. തന്റെ അച്ഛൻ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത് താൻ കേട്ടോ? നന്മയുള്ള മനസ്സാണ് എന്റേതെന്ന്. ഈ നന്മ ഇനി താൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. തന്റെ മഹാഭാഗ്യമാണ് എന്നെപ്പോലുള്ളൊരു ഭാര്യയെന്നാ തന്റെ അച്ഛൻ കരുതിയിരിക്കുന്നത്. പാവം തന്ത ഇത്രയ്ക്ക് മണ്ടനായ എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് തനിക്ക് മഹാഭാഗ്യ വരാൻ പോകുന്നത്. മഹാഭാഗ്യം അനുഭവിക്കാൻ വേറൊരുത്തേയും കെട്ടിക്കൊണ്ടൊന്ന് കൂടെ പുറപ്പിക്കാൻ പോയതല്ലേ? ഇത് ഞാൻ എന്റെ കയ്യിൽ സൂക്ഷിക്കും. എന്നിട്ട് താൻ എഴുന്നേക്കുന്ന ആദ്യത്തെ ദിവസം തന്റെ മുന്നിലിട്ട് ഞാനിത് കത്തിക്കും. കൂടെ തന്റെ മറ്റവളെ, അയാളുടെ ഒരു താലി. അതെ, തന്നെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ എനിക്ക് തന്നെ ആവശ്യമുണ്ട്. അതുവരെ ഞാൻ തരുന്നതും തിന്നുകൊണ്ട് മര്യാദയ്ക്ക് ഇതിനകത്ത് കിടന്നോണം. ഇനി അതാ തന്റെ വിധി. എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാലേ തന്നെ ഞാൻ തീർക്കും. ഒരാള് പോലും സംശയിക്കില്ല. എല്ലാവരുടെയും മുന്നിലേ ഞാനിപ്പോ നന്മയുടെ നിറകുടമായ തന്റെ ഭാര്യ. പക്ഷേ ഈ മുറിക്കുള്ളിൽ തന്റെ വിധി നടപ്പാക്കാൻ പോകുന്ന ആരാച്ചാരായിരിക്കും ഞാൻ. ഞാൻ തന്നെയോ താൻ എന്നെയോ പരസ്പരം സ്നേഹിക്കുന്നില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എനിക്ക് എന്റെ വഴി, തനിക്ക് തന്റെ വഴി. പക്ഷേ ഈ താലിയുടെ അവകാശവും തന്റെ ഭാര്യ എന്ന നിയമപരമായ അവകാശവും അധികാരവും ഞാൻ മറ്റൊരുത്തിക്കും കൊടുക്കില്ല. മരണം വരെ ഞാൻ മാത്രമായിരിക്കും തന്റെ ഭാര്യ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ മരണം എന്നല്ല, തന്റെ മരണം എന്നാ.